ആദിയും വിശ്വനും മാലതിയും പാലക്കാട് അറേഞ്ച് ചെയ്ത റിസപ്ഷനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. മുറ്റത്തിട്ട പന്തൽ അഴിച്ചിരുന്നില്ല. പാറു എല്ലാം കേട്ട് അടുത്തു തന്നെയുണ്ട്. അപ്പോഴാണ് ആകാശ് മുറ്റത്ത് ഒരു സൈഡിൽ കാർ കൊണ്ടുവന്ന് നിർത്തിയത്. അതിൽ നിന്നും സൂരജും ലക്ഷ്മിയും ആകാശും നിത്യയും ഇറങ്ങി. നിത്യ ഓടി വന്നു പാറുവിൻ്റെ അടുത്തിരുന്നു. എല്ലാവരും ഇരുന്നപ്പോഴേക്കും കവിത എല്ലാവർക്കുള്ള ചായയുമായി വന്നു. കവിതയുടെ പിന്നാലെ ആദിയെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് അപ്പുവും ചക്കിയും ഉണ്ട്. നിത്യയ്ക്ക് വഴക്കു കേൾക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ പിള്ളേർക്കും സമാധാനമായി. അവർ പാറുവിൻ്റെ അടുത്തെത്തി. നിത്യയെ അവർ മൈൻഡ് ചെയ്തതേയില്ല. നിത്യയും അവരോട് പിണങ്ങി മുഖം വീർപ്പിച്ചു. ആദി നിത്യയെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു നിത്യയെയും കൂട്ടി കിച്ചണിലേക്ക് നടന്നു. അവിടെ കവിത രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആദി സമ്മതിച്ചില്ല. ഫുഡ് ഓർഡർ ചെയ്യാമെന്നവൻ തറപ്പിച്ചു പറഞ്ഞു. ആദി നിത്യയോട് അവൾക്കിഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞു. നിത്യ സന്തോഷത്തോടെ ആദിയുടെ ഫോണിൽ ലിസ്റ്റ് തയ്യാറാക്കി കൊടുത്തു. ലിസ്റ്റ് കണ്ട് അവൻ പുഞ്ചിരിയോടെ അവളുടെ തലയിലൊന്ന് തലോടി. പിന്നെ അവളുടെ കയ്യും പിടിച്ച് പുറത്തേക്കിറങ്ങി. പ്രശസ്തമായ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചു. 12 പേർക്കുള്ള ഫുഡിന് ഓർഡർ കൊടുത്തു. മന്തി, ബിരിയാണി, ചപ്പാത്തി, പൊറോട്ട, ചിക്കൻ കബാബ്, ചിക്കൻ ചുക്ക, ചിക്കൻ ഫ്രൈ, ചിക്കൻ റോസ്റ്റ്, തന്തൂരി. ആദി നിത്യയെ നോക്കിക്കൊണ്ട് ഫുഡ് ഐറ്റംസ് പറഞ്ഞു കൊടുത്തു. രാത്രി 7 മണിക്ക് മുമ്പ് ഡെലിവറി ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞു. അഡ്രസ്സും കൊടുത്തു. ആദിയേട്ടാ, ഐസ്ക്രീം കൂടി, നിത്യ കൊഞ്ചലോടെ പറഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും വേണോ? ആദി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഇപ്പോൾ ഇത്രയും മതി. ആദി ഐസ്ക്രീം തൊട്ടടുത്ത ഒരു ബേക്കറിയിലേക്കാണ് ഓർഡർ കൊടുത്തത്. അതും 3 ഫാമിലി പാക്ക്. നിത്യയ്ക്ക് സന്തോഷമായി. ആദിമോനെ, അല്ലെങ്കിൽ അവൾക്ക് ആ മുടി കാരണം നീരിറക്കം കൊണ്ട് എന്നും ജലദോഷമാ. നീയും കൂടി അവളുടെ കുട്ടിക്കളിക്ക് കൂട്ടു നിൽക്കല്ലേ, ലക്ഷ്മി പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടി പിറ്റേന്ന് വിരുന്നു പോകുന്നതിനെ പറ്റിയും അതിൻ്റെ പിറ്റേന്ന് പാലക്കാട് ആദിയുടെ വീട്ടിലേക്ക് പോകുന്നതിനെ പറ്റിയും അവിടെ അറേഞ്ച് ചെയ്ത റിസപ്ഷനെക്കുറിച്ചും സംസാരിച്ചു. നിത്യ ആദിയെ തൻ്റെ അടുത്ത് തന്നെ ഇരുത്തി. ആദി, നാളെ ഉച്ചവരെ എനിക്ക് ലീവ് എടുക്കാൻ പറ്റൂ. അതിനുശേഷം ഓഫീസിൽ പോകണം. ഒരു മാൻ മിസ്സിംഗ് കേസിൽ ആണിപ്പോൾ ഞാൻ. SIക്കും SP-ക്കും ആണ് ഞാനിപ്പോൾ കേസ് ഏൽപ്പിച്ചത്. അവിടെ ഞാനും കൂടി ഇല്ലെങ്കിൽ പറ്റില്ല, സൂരജ് പറഞ്ഞു. ഞാനിവിടെ ഇല്ലെങ്കിൽ ഏട്ടനും പറ്റില്ല, ലക്ഷ്മിയും പറഞ്ഞു. ആകാശ് ആദിയെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴും നിത്യയുടെ കയ്യിലെ പിടി ആദി വിട്ടിരുന്നില്ല. നിത്യയെ നോക്കുമ്പോൾ ആദിയുടെ മുഖത്ത് വിരിയുന്ന വാത്സല്യഭാവം ആകാശ് കണ്ടിരുന്നു. നിത്യയിലൂടെ ആദിയെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ആകാശിന് മനസ്സിലായി. അവൻ്റെ പെങ്ങളും അച്ഛനും അമ്മയും ഈ ലോകത്ത് നിന്ന് ഒരുമിച്ച് പോയപ്പോൾ തകർന്നതാണ് അവൻ. അതിനുശേഷം അവനൊന്ന് ചിരിച്ചിട്ട് പോലുമില്ല. ഒരു തരം പരുക്കൻ സ്വഭാവമായിരുന്നു. ആകാശിന് സമാധാനം തോന്നി. ആദ്യം തന്നെ ഐസ്ക്രീം എത്തി. നിത്യ അത് ക്രിസ്റ്റൽ ബൗളുകളിൽ നിറച്ച് സ്പൂണും വെച്ച് എല്ലാവർക്കും കൊടുത്തു. ആദി പുഞ്ചിരിയോടെ അത് നോക്കിയിരുന്നു. ആദിക്ക് കൊടുത്തപ്പോൾ അവൻ ഒരു സ്പൂൺ ഐസ്ക്രീം എടുത്ത് അവളുടെ വായിലേക്ക് വെച്ച് കൊടുത്തു. നിത്യ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം നിന്നു. പിന്നെ അത് കഴിച്ചു. ആദി പിന്നെയും അവൾക്ക് ഐസ്ക്രീം കൊടുത്തുകൊണ്ടിരുന്നു. ആകാശ് അത് നോക്കി നിന്നു. പിന്നെ വിശ്വനും മാലതിക്കും കാണിച്ചു കൊടുത്തു. ആദിയുടെ പഴയ ജോലി ടൈപ്പ് സ്വഭാവം തിരിച്ചു കിട്ടുമെന്ന് വിശ്വനും തോന്നി. മാലതിക്കും ഒരു പ്രതീക്ഷ തോന്നി. ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിരുന്നു. ആദി ക്യാഷ് ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു. കവിതയും മാലതിയും വിളമ്പാൻ തയ്യാറായി. പാറു സ്റ്റോർ റൂമിൽ നിന്ന് ഫാൻസി ടൈപ്പ് പ്ലേറ്റുകളും ഗ്ലാസുകളും എടുത്തു വന്നു. നിത്യ ജഗ്ഗിൽ കുടിക്കാനുള്ള വെള്ളം എടുത്തു വന്നു ഗ്ലാസുകളിൽ നിറച്ചു വെച്ചു. അപ്പുവും ചക്കിയും ആദ്യം തന്നെ അവർക്ക് ആവശ്യമുള്ള ഫുഡ് വാങ്ങി. നിത്യ പ്ലേറ്റുകളിൽ ഫുഡ് വാങ്ങി എല്ലാവർക്കും എത്തിച്ചു കൊടുത്തു. പാറു പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കിയിരുന്നു. മാലതിയെയും കവിതയെയും അവൾ പിടിച്ചിരുത്തി. അവൾ ഫുഡ് കൊടുത്തു. അവസാനം തനിക്കും വിളമ്പിയെടുത്തു ആകാശിൻ്റെ അടുത്ത് പോയിരുന്നു. ആദി പാറുവിനെയും കൂട്ടി നിത്യയുടെ അടുത്തിരുന്നു. നീ എന്തിനാ ലാസ്റ്റ് നിനക്ക് വിളമ്പിയത്? അല്ലെങ്കിൽ ആദ്യം തന്നെ എടുത്തു കഴിക്കുന്ന ആളാണല്ലോ നീ, ആകാശ് നിത്യയോട് ചോദിച്ചു. ഈ അക്കുവേട്ടന് തീരെ ബുദ്ധിയില്ല. അതെ, ലാസ്റ്റ് എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളത് മുഴുവൻ എനിക്ക് എടുക്കാലോ, അതാ, നിത്യ പറഞ്ഞു. ആദി ചിരിച്ചുപോയി. നിനക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ വാങ്ങിത്തരാം, ആദി അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഇനി വേണ്ട, ഇതിൽ തന്നെ ബാക്കിയുണ്ടാവും.
ഇതല്ലാതെ വേറെ എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിത്തരാം. വെറുതെ അക്കുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, ആദി പറഞ്ഞു. നിത്യ മൂളിക്കൊണ്ട് ആദിയെ ഒന്ന് നോക്കി, പിന്നെ കഴിക്കാൻ തുടങ്ങി. ആദി പറഞ്ഞത് കേട്ട് സൂരജ് ആകാശിനെ നോക്കി. ഒന്നുമില്ലെന്ന് അവൻ കണ്ണടച്ചു കാണിച്ചു. ആദി അവൾക്ക് ചിക്കൻ എല്ലിൽ നിന്ന് വേർപെടുത്തി കൊടുത്തു. അവൾ എരിവ് വലിക്കുമ്പോൾ വെള്ളവും കുടിപ്പിച്ചു. വേണ്ട ആദിയേട്ടാ, ഏട്ടൻ കഴിച്ചോന്നേ, എൻ്റെ ഫുഡ് ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം, നിത്യ പറഞ്ഞു. പാറു ഫുഡ് കഴിച്ചു എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ ആദി അവളെ പിടിച്ചിരുത്തി പിന്നെയും വിളമ്പി കൊടുത്തു. പാറു ദയനീയമായി അവനെ നോക്കി. അത് മുഴുവൻ കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി, ആദി പറഞ്ഞു. പാറു നിവൃത്തിയില്ലാതെ കഴിക്കാൻ തുടങ്ങി. എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞിരുന്നു. സൂരജ് മെല്ലെ വിശ്വനെ സമീപിച്ചു. എങ്ങനെ ചോദിക്കണമെന്നറിയാതെ ഒരു നിമിഷം അയാൾ നിന്നു. പിന്നെ ധൈര്യം സംഭരിച്ച് ചോദിച്ചു, അത് ആദി നിത്യയോട് അങ്ങനെ പറഞ്ഞത്? സൂരജിനെ കൂടുതൽ പറയാൻ വിശ്വം സമ്മതിച്ചില്ല. അതെ, അവൻ പറഞ്ഞതിൽ തെറ്റായി ഒന്നും എടുക്കണ്ട. നിങ്ങൾക്ക് പോലീസ് ബുദ്ധിയാണ്, എല്ലാം സംശയത്തോടെ മാത്രമേ കാണൂ. പിന്നെ വിശ്വൻ ആദിയെ സംബന്ധിച്ച് എല്ലാം തുറന്നു പറഞ്ഞു. നിത്യയെ അവൻ അവൻ്റെ പെങ്ങളുടെ സ്ഥാനത്താണ് കാണുന്നത്. അവൻ്റെ പെങ്ങളും ഇതുപോലെ ആയിരുന്നു. എല്ലാറ്റിനും അവൻ വേണം. അവൾക്ക് 20 വയസ്സായിട്ടും കൊച്ചു കുഞ്ഞിനെ പോലെയാ അവൻ കൊണ്ടു നടന്നത്. അതിനുശേഷം അവൻ ചിരിക്കുന്നത് ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്, വിശ്വം പറഞ്ഞു നിർത്തി. ആദിയെ സംശയിച്ചതിൽ സൂരജിന് കുറ്റബോധം തോന്നി. ഇതെല്ലാം ലക്ഷ്മിയും കേൾക്കുന്നുണ്ടായിരുന്നു. അവർക്കും സങ്കടം തോന്നി. കവിത കൊണ്ടുവച്ച ശുദ്ധമായ പാല് മാലതി തിളപ്പിച്ചെടുത്തു. പഞ്ചസാരയിട്ട് ചൂടാറ്റി ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചു. നിത്യ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദിയോടും പാർവിനോടും പറഞ്ഞു കവിതയും പിള്ളേരും കൃഷ്ണനെയും കൊണ്ട് തിരിച്ചുപോയി. സൂരജും ലക്ഷ്മിയും എല്ലാവരോടും യാത്ര പറഞ്ഞു കാറിൽ ഇരിക്കുന്നുണ്ട്. ആകാശ് നിത്യയെ കാത്തു മുറ്റത്തുണ്ട്. ആദി നിത്യയെ തിരഞ്ഞു അകത്തേക്ക് കയറി. നിത്യ ആദിയെ പിടിച്ചു വലിച്ചു. അവളും പിള്ളേരും കൂടി അലങ്കരിച്ച റൂമിലേക്ക് തള്ളിക്കയറ്റി. പാറു ചേച്ചിയെ ഇപ്പോൾ കൊണ്ടുവരാട്ടോ, എന്നിട്ട് വേണം എനിക്ക് പോവാൻ, അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞോടി. കിച്ചണിൽ മാലതി എടുത്തു വെച്ച പാൽ ഗ്ലാസ് എടുത്തു പാറുവിന് നൽകി. പിന്നെ അവളെയും ആദിയുടെ റൂമിൽ തള്ളിക്കയറ്റി വാതിലടച്ചു. ആദി അന്തം വിട്ടു നിൽക്കുകയായിരുന്നു. നിത്യ മാലതിയോടും വിശ്വനോടും ഗുഡ് നൈറ്റ് പറഞ്ഞു കാറിൽ കയറി. ആകാശ് വണ്ടിയെടുത്തു നിത്യയുടെ വീട്ടിലേക്ക്. പാറു എന്തു ചെയ്യണമെന്നറിയാതെ വാതിൽക്കൽ തന്നെ നിൽക്കുകയായിരുന്നു. ആദി അവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി അവളുടെ ചുണ്ടോടടുപ്പിച്ചു. പാറു ഒരു ഇറക്ക് കുടിച്ചു. ആദിയും ഒന്ന് സിപ്പ് ചെയ്തു ഗ്ലാസ് മാറ്റിവെച്ചു. ആ നിമിഷം തന്നെ ആദി അവളുടെ ചുണ്ടിൽ ദീർഘമായി ഒന്ന് കിസ് ചെയ്തു. ഓർക്കാപ്പുറത്തായതിനാൽ പാറു പകച്ചുപോയി. അവൾ ഹൈറ്റ് ഇല്ലാത്തതിനാൽ അവന് കിസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പാറു ചമ്മലോടെ മുഖം തിരിച്ചു. ആദി അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു നെറുകയിൽ ചുണ്ടമർത്തി. പാറു, ഇന്നെനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഒന്ന്, നിന്നെ എനിക്ക് എൻ്റെ സ്വന്തമായി കിട്ടിയ ദിവസം. 2, എനിക്ക് എൻ്റെ അനിയത്തിയെയും തിരിച്ചു കിട്ടി. നമ്മുടെ നിത്യക്കുട്ടി, എൻ്റെ പിങ്കിമോള് രൂപവും വേഷവും മാറി വന്നതുപോലെ തോന്നുന്നു, ആദി പറഞ്ഞു. പാറുവിന് ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. നിത്യമോളെ ഇനി നമ്മുടെ കൂടെ തന്നെ നിർത്താനുള്ള വഴി നോക്കണം. നമ്മുടെ കമ്പനിയിൽ അവൾക്ക് ഞാൻ ജോലിയും ശരിയാക്കിയിട്ടുണ്ട്. അവളെ എൻ്റെ കൺമുന്നിൽ തന്നെ ഞാൻ നിർത്തും, ആദി പറഞ്ഞു. പാറു സമ്മതിച്ചു. ആ രാത്രി ആദി പാറുവിനെ ഉറക്കിയില്ല. തൻ്റെ അടക്കാനാവാത്ത സന്തോഷം മുഴുവൻ ആവേശത്തോടെ അവൻ അവളിൽ പല പ്രാവശ്യമായി തീർത്തുകൊണ്ടിരുന്നു. നിത്യ പുലർച്ചെ ഉറക്കമുണർന്നത് തന്നെ ഫോൺ റിങ്ങു ചെയ്യുന്നത് കേട്ടിട്ടാണ്. ആകാശും കണ്ണു തുറന്നു. നിത്യ ഫോൺ എടുക്കാൻ മടിച്ചു ആകാശിൻ്റെ ദേഹത്തേക്ക് ഒന്നുകൂടി കയറി കിടന്നു. അപ്പോഴാണ് ദേഹത്ത് ഡ്രസ്സൊന്നുമില്ലെന്ന് അവൾക്ക് മനസ്സിലായത്. അവൾ പുതപ്പ് കൊണ്ട് ആകെ ഒന്ന് ചുറ്റി. ആകാശ് തിരിച്ചുപോയി. അവൻ ഫോൺ എടുത്തു നോക്കി. ആദിയേട്ടൻ എന്ന് സ്ക്രീനിൽ തെളിഞ്ഞു നിന്നിരുന്നു. അവൻ ഫോൺ എടുത്തു നിത്യയ്ക്ക് കൊടുത്തു. കോൾ എടുക്കാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. അവൾ ഉറക്കപ്പിച്ചോടെ കോൾ എടുത്തു. ഹലോ ആദിയേട്ടാ. ആകാശ് ഫോൺ സ്പീക്കർ മോഡിലിട്ടു. ആ മോളെ, എഴുന്നേറ്റിട്ട് കുളിച്ചു മാറ്റി ഇങ്ങോട്ട് പോര്. ചായ ഇവിടെ വന്നിട്ട് കുടിക്കാം. ഓക്കെ ഓക്കെ, അവൾ സമ്മതിച്ചുകൊണ്ട് ആകാശിനെ നോക്കി. ആകാശ് പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു കൊണ്ട് പറഞ്ഞു തുടങ്ങി. ആദിയുടെ ദുരന്തകഥ. താനും ആദ്യം ചെറുപ്പം തൊട്ടുള്ള കൂട്ടുകെട്ട്, അവൻ്റെ അച്ഛൻ്റെ കമ്പനി ശത്രുക്കൾ തകർത്തത്, അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരേ ഒരു അനിയത്തിയുടെയും ആക്സിഡൻറ്റും മരണവും, ആദിയുടെ മനോനില തകർന്നത്, ആത്മഹത്യാ ശ്രമവും താൻ രക്ഷിച്ചതും,
അവൻ്റെ ചികിത്സയും അതിനു ശേഷമുള്ള അവൻ്റെ പരുക്കൻ സ്വഭാവവും, ആരോടും കൂട്ടുകൂടാതെ ഒറ്റയ്ക്കുള്ള ജീവിതവും. നിത്യക്കുട്ടി, ആദിയേട്ടനെ മാറ്റിയെടുക്കാൻ നിനക്ക് കഴിയും. നിന്നെ അവൻ കണ്ടത് മുതൽ നീ അവൻ്റെ അനിയത്തിയാണ്. അങ്ങനെയാണ് അവൻ നിന്നെ കാണുന്നത്. അവൻ്റെ പിങ്കിമോളായി ഇനി നീ അവൻ്റെ കൂടെ ഉണ്ടാവണം. പിങ്കിമോള് അവനെ ഇച്ചേട്ടാ എന്നാണ് വിളിച്ചിരുന്നത്. ഇന്നു മുതൽ നീയും അങ്ങനെ വിളിച്ചാൽ മതി. ആദ്യത്തെ ഒരു ആദിയുണ്ട്. എല്ലാവരോടും തമാശ പറയുന്ന, എപ്പോഴും ചിരിച്ചു പ്രസന്നമായ മുഖഭാവത്തോടെ നടക്കുന്ന ഒരു ആദിയേട്ടനുണ്ട്. ആ ആദിയേട്ടനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ആകാശ് പറഞ്ഞു. ഓക്കെ, നിത്യ സമ്മതിച്ചു. എന്നാൽ നമുക്ക് കുളിച്ചു മാറ്റി പോയാലോ? അവൾ സമ്മതിച്ചു. എന്നാൽ എഴുന്നേൽക്ക്, ആകാശ് കുസൃതിയോടെ പറഞ്ഞു. നിത്യ പൂതപ്പും കൂട്ടിപ്പിടിച്ചു എഴുന്നേറ്റു. ആകാശ് ചിരിച്ചുപോയി. പാറു രാവിലെ കണ്ണു തുറന്നത് തന്നെ ആദി ഫോണിൽ സംസാരിക്കുന്നത് കേട്ടിട്ടാണ്. അവനും കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു. രണ്ടുപേരും പുലർച്ചെയാണ് ഒന്ന് കണ്ണടച്ചത്. അവൻ വേഗം എഴുന്നേറ്റ് ടവലും എടുത്തു ബാത്റൂമിലേക്ക് നടന്നു. പാറു ഒന്നുകൂടി പുതപ്പ് ശരിയാക്കി കിടന്നു. ആദി കുളിച്ചിറങ്ങി ഡ്രസ് മാറ്റി പുറത്തേക്ക് പോയി. പാറു എഴുന്നേറ്റ് വാതിലടച്ച് കുറ്റിയിട്ടു. പിന്നെ ഡ്രസ്സ് എടുത്തു ബാത്റൂമിലേക്ക് കയറി ബ്രഷ് ചെയ്തു. പെട്ടെന്ന് തന്നെ കുളിച്ചിറങ്ങി. ആദി മുറ്റത്തിറങ്ങി ഗേറ്റിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഇടയ്ക്കിടെ അവൻ ഫോണിൽ സമയവും നോക്കുന്നുണ്ട്. പാറു കിച്ചണിലേക്ക് പോയി ചായ ഉണ്ടാക്കി ഒരു കപ്പ് ആദിക്ക് കൊടുത്തു. അവൻ കപ്പ് വാങ്ങിക്കൊണ്ട് മുറ്റത്ത് പന്തലിലിട്ട ചെയറിലിരുന്നു. കണ്ണ് അപ്പോഴും ഗേറ്റിലേക്ക് തന്നെയായിരുന്നു. 15 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴേക്കും ആകാശിൻ്റെ കാർ അവിടേക്കെത്തി. ആകാശും നിത്യയും സൂരജും ലക്ഷ്മിയും കാറിൽ നിന്നിറങ്ങി. പാറുമോളെ, നിങ്ങൾ ക്ഷേത്രത്തിൽ പോയില്ലേ? ലക്ഷ്മി ചോദിച്ചു. പാറു ആദിയെ നോക്കി. ആദി പാറുവിനെയും നോക്കി. പോകണമെങ്കിൽ പോകാം, മാറ്റിക്കോ. നിങ്ങൾ വരുന്നുണ്ടോ? വേണമെങ്കിൽ പോര്, ഒന്നിച്ചു പോകാം, അവൻ നിത്യയെ നോക്കി ചോദിച്ചു. നിത്യ ആകാശിനെ നോക്കി. അവൻ വേണ്ടെന്ന് കണ്ണു കാണിച്ചു. നിത്യ മടിയോടെ കസേരയിലേക്കിരുന്നു. ഓ, ഞാനില്ല, എനിക്ക് വയ്യ. ഞാൻ ഇപ്പോഴും മൂടി പുതച്ച് ഉറങ്ങുന്ന സമയാ അറിയോ? ആദി ചിരിച്ചുപോയി. മാലതി കുളിച്ചു മുടിയിൽ വെള്ളത്തോർത്ത് കെട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നു. പിന്നാലെ ഉറങ്ങി എഴുന്നേറ്റ പോലെ വിശ്വനുമുണ്ട്. എടി ഒരു ചായ, വിശ്വൻ പറഞ്ഞു. നിത്യ അകത്തേക്കോടി ചായ കൊണ്ടുവന്നു വിശ്വന് കൊടുത്തു. നിനക്ക് വേണ്ടേടി മോളെ? അയാൾ ചോദിച്ചു. അക്കുവേട്ടന് വേണോ? അവൾ ചോദിച്ചു. കിട്ടിയാൽ നന്നായിരുന്നു, അവൻ പറഞ്ഞു. അപ്പോഴേക്കും പാറു എല്ലാവർക്കുമുള്ള ചായയുമായി വന്നു. ആകാശും നിത്യയും സൂരജും ലക്ഷ്മിയും ഓരോ കപ്പെടുത്തു. പാറു വേഷം മാറ്റിയിരുന്നു. സെറ്റ് സാരിയാണ് അവൾ ധരിച്ചത്. ആദ്യം ഷർട്ടും മുണ്ടും ഉടുത്തു വന്നു. അവൻ്റെ കയ്യിൽ വണ്ടിയുടെ കീയും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി വേഗം വരാം, അവൻ എല്ലാവരോടുമായി പറഞ്ഞു. പോകുന്ന പോക്കിൽ നിത്യയുടെ തലയ്ക്കൊന്ന് തട്ടുകയും ചെയ്തു. പാറുവും എല്ലാവരെയും നോക്കി കൊണ്ട് ആദിയുടെ പിന്നാലെ പോയി. ആദി കാർ മുന്നോട്ടെടുത്തു. വണ്ടി ഗേറ്റ് കടന്നതും നിത്യ ആകാശിനോട് ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറഞ്ഞു. മാലതി സമ്മതിച്ചില്ല. ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് മോളെ, ഇഡ്ഡലിയും ദോശയും സാമ്പാറും ചട്നിയും ഉണ്ട്. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അമ്മ എടുത്തു തരാം. ആദിയേട്ടനും പാറുചേച്ചിയും വന്നിട്ട് മതി, അവൾ പറഞ്ഞു. കവിതയും പിള്ളേരും അപ്പോഴേക്കും പാലുമായി എത്തി. പിന്നാലെ വീൽചെയറിൽ കൃഷ്ണനുമുണ്ട്. കവിത ചായയുടെ പണി ഏറ്റെടുത്തു. ആദിയും പാറുവും അമ്പലത്തിലെത്തി. കാർ നിർത്തി ഇറങ്ങിയപ്പോൾ തന്നെ അവൻ അടുത്തുള്ള പൂക്കടയിൽ നിന്ന് മുല്ലപ്പൂ വാങ്ങി പാറുവിൻ്റെ മുടിയിൽ വെച്ചു കൊടുത്തു. പാറു കൗണ്ടറിൽ വഴിപാട് എഴുതിച്ചു. ആദി കാശ് കൊടുത്തു. രണ്ടുപേരും പ്രാർത്ഥിച്ചു. ശ്രീകോവിലിന് വലം വെച്ചു. തൊഴുതു വന്നപ്പോൾ പൂജാരി തീർത്ഥവും പ്രസാദവും കൊടുത്തു. രണ്ടുപേരും ദക്ഷിണ കൊടുത്തു. അത് സ്വീകരിച്ചു. തിരിച്ചു കാറിൽ കയറാൻ നേരം ആദി നിത്യയ്ക്കും മുല്ലപ്പൂ വാങ്ങി കാറിൽ വെച്ചു. നിനക്ക് ഇനി എന്തെങ്കിലും വേണോ? അവൻ പാറുവിനോട് ചോദിച്ചു. വേണ്ട, പോകാം, അവൾ പറഞ്ഞു. ആദി കാറെടുത്തു. 11 മണിക്കാണ് വിരുന്നു പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മാറ്റാനുള്ള ഡ്രസ്സ് എടുത്തിരുന്നു. നിത്യ ആകാശിനോട് പറഞ്ഞു എല്ലാവർക്കുമുള്ള മുല്ലപ്പൂ വരുന്ന വഴി വാങ്ങിയിരുന്നു. അത് കാറിലുണ്ട്. നിത്യ ഇരുന്നു ബോറടിച്ചു. പിള്ളേരെയും കൂട്ടി വീടിൻ്റെ മുകളിലേക്ക് കയറി. ആദിയും പാറുവും എത്തിയപ്പോൾ നിത്യയെ കണ്ടില്ല. ആകാശ് ടേബിളിൽ തല വെച്ച് കിടക്കുന്നുണ്ട്. അവൻ ഒന്ന് മയങ്ങിയിരുന്നു. അക്കു മോളെവിടെ? ആദി ചോദിച്ചു. അപ്പോഴാണ് അവൻ നിത്യയെ നോക്കുന്നത്. അവളിരുന്ന സ്ഥലത്ത് അവളെ കണ്ടില്ല. അവൻ ചുറ്റും നോക്കി കൊണ്ട് എഴുന്നേറ്റു.
ആദി വെപ്രാളത്തോടെ അകത്തേക്ക് ഓടി. അച്ഛാ, നിത്യയെ കണ്ടോ? ആകാശ് സൂരജിനോട് ചോദിച്ചു. ആ പിള്ളേരുടെ പിന്നാലെ പോകുന്നത് കണ്ടു. പിന്നിലുണ്ടാകും, വിശ്വം പറഞ്ഞു. ആകാശ് പിന്നിലേക്ക് പോയി. അപ്പോൾ തന്നെ അകത്ത് തിരഞ്ഞു ആദിയും വന്നു. പിന്നെ ആകാശിൻ്റെ പിന്നാലെ വീടിൻ്റെ പിന്നിലേക്ക് പോയി. മുകളിൽ നിന്ന് അപ്പുവിൻ്റെ പൊട്ടിച്ചിരി കേട്ടു. ആദിയും ആകാശും അങ്ങോട്ട് കയറി. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചയോ, കുറച്ചു പഴുത്ത പച്ചമുളകും കുറച്ചു മറ്റു പച്ചക്കറികളും ടെറസിൽ നിലത്ത് കിടക്കുന്നുണ്ട്. നിത്യയാണെങ്കിൽ മുഖം കഴുകുന്നുമുണ്ട്. ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ട്. അവളുടെ കണ്ണ് ചുവന്നിരുന്നു. അപ്പുവും ചക്കിയും ചിരിയോട് ചിരി. എന്താ സംഭവം? ആകാശ് ആദിയോടെ ചോദിച്ചു. ആദി ഓടി വന്ന് നിത്യയുടെ അടുത്തെത്തി അവളുടെ കണ്ണ് പരിശോധിച്ചു. അതേ, നിത്യ ചേച്ചി പച്ചമുളക് പറിച്ച കൈകൊണ്ട് കണ്ണ് തുടച്ചു. ഇപ്പോൾ കണ്ണ് എരിഞ്ഞിട്ട് വയ്യാന്ന് ചക്കി പറഞ്ഞു. ആകാശ് തലയ്ക്ക് കൈ കൊടുത്തു. ആദി അവളുടെ കണ്ണു കഴുകാൻ സഹായിച്ചു. ഹോസ്പിറ്റലിൽ പോകണോ? ആകാശ് അവളോട് ചോദിച്ചു. വേണ്ട, മാറിക്കോളും, അവൾ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. നീ പച്ചമുളക് പറിച്ച കൈകൊണ്ട് വീണ്ടും മുഖം കഴുകല്ലേ? ആദി അവളുടെ കൈ പിടിച്ചു വച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അവളുടെ മുഖം നല്ലതുപോലെ കഴുകി കൊടുത്തു. നിനക്കിപ്പോൾ പച്ചക്കറി എന്തിനാ? എന്താവശ്യത്തിനാ പച്ചമുളക് പറിച്ചത്? ആകാശ് ചോദിച്ചു. ആ പച്ചമുളക് പഴുത്തിട്ടുണ്ട്. പഴുത്താൽ അത് കറിയിലിടാൻ കൊള്ളില്ലല്ലോ, അതുകൊണ്ട് പറിച്ചതാ. നിത്യ കണ്ണു തുടയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ആദി അവളുടെ കൈ പിടിച്ചു വെച്ചതിനാൽ അവൾക്ക് അതിനു കഴിഞ്ഞില്ല. ആകാശ് അവളെ എടുത്തുകൊണ്ട് താഴേക്കിറങ്ങി. താഴെ എല്ലാവരും ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നിത്യയെ എടുത്തുകൊണ്ട് വരുന്നത് കണ്ട് എല്ലാവരും പേടിച്ചു. സൂരജ് ആദിയോടെ എഴുന്നേറ്റു. അമ്മേ, പച്ചമുളക് പറിച്ച കൈകൊണ്ട് കണ്ണു തുടച്ചു ഇവൾ. ഇപ്പോൾ കണ്ണു നീറുന്നു. അതിനെന്താ ചെയ്യുക? ആകാശ് ചോദിച്ചു. ആദിയും എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുകയായിരുന്നു. നല്ല തണുത്ത വെള്ളത്തിൽ കണ്ണു കഴുകിയാൽ മതി. കുറച്ചു നേരം നീറ്റലുണ്ടാവും, പിന്നെ മാറിക്കോളും, മാലതി പറഞ്ഞു. ആദി കേട്ട പാതി വെള്ളം എടുക്കാൻ ഓടി. കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രത്തിൽ തണുത്ത വെള്ളവുമായി വന്നു. അവൻ തന്നെ അവളുടെ കണ്ണു കഴുകി കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾക്ക് കണ്ണു തുറക്കാൻ പറ്റുമെന്ന അവസ്ഥയായി. പക്ഷേ 2 കണ്ണും ചുവന്നു കലങ്ങിക്കിടന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? ആകാശ് ചോദിച്ചു. കുഴപ്പമില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി പച്ചമുളക് തൊടില്ല. ആദി ആ ടെൻഷനിലും ചിരിച്ചുപോയി. പോയി ഡ്രസ്സ് മാറ്റി വാ, ആകെ നനഞ്ഞു, ലക്ഷ്മി പറഞ്ഞു. പാറു അവളെയും കൂട്ടിപ്പോയി തൻ്റെ ഒരു ജീൻസും ടോപ്പും എടുത്തു കൊടുത്തു. പുറത്തിറങ്ങി. നിത്യ വേഗം തന്നെ ഡ്രസ്സ് മാറ്റി ഇറങ്ങി. ആദി അവളെ തൻ്റെയും ആകാശിൻ്റെയും ഇടയിൽ പിടിച്ചിരുത്തി. കവിതയും മാലതിയും ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി. 2 പേരും മത്സരിച്ചു അവളെ കഴിപ്പിച്ചുകൊണ്ടിരുന്നു.